അടച്ചോനെ കോയാണല്ല വരുന്നേ. ആ എന്തേ പോന്നു? ഞാനേ ആ ചെറിയൊരു സൂപ്പിലാണ്. മകളെ കുടിക്കലാണല്ലോ. ആ അപ്പോ എന്തേലും സാധനം ഇവിടുന്ന് കൊണ്ടേ കൊടുക്കുള്ളൂ. ആ അപ്പൊ എന്റെ അടുത്താണ് 10 പൈസ. അപ്പൊ നിങ്ങളുടെ അടുത്ത് പൈസ എന്തേലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസത്തിനൊന്ന് തിരിച്ചാനി പള്ളിക്കുറിയിൽ ഞാൻ ഉണ്ട്. അത് കിട്ടിയാ ഞാൻ അപ്പൊ തന്നെ കൊടുന്നേരാം. ഇന്റെ അടുത്തുനിന്ന് എവിടെ പൈസ? ചെറുക്കൻ പൈസ അയച്ച് തന്നിട്ട് തന്നെ കൊറേ കാലായി. ഇന്റെ കണ്ണുണ്ടജ് ഇപ്പൊ എന്റെ അടുത്ത് ഒരു 5000 ഉറുപ്പ്യ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കണ്ണാദ്യം കാട്ടീനി. ആ അത് ശരിയാ. എല്ലാവർക്കും ബുദ്ധിമുട്ട് ഒരുമിച്ചാ വന്നേ. ഞാൻ വേറെ എവിടെന്നെങ്കിലും തിരിച്ചാൻ പറ്റുമോ നോക്കട്ടെ. അതാ നല്ലേ. ആ ആയിക്കോട്ടെ. തീരുമാനമൊന്നും നടക്കൂല. അത് കോയക്കൊക്കെ അടിച്ചേക്കുണ്ട്. ഞാൻ അത് കൊണ്ടേ കൊടുക്കാൻ പോവാണേ. കോമ്പക്ക കോയക്ക. ആ എന്തോസ്മാനെ അവിടെ നിൽക്കൊരു കാര്യം പറയണ്ടേ. കോയക്ക ഞാൻ ഒരു കാര്യം പറയാൻ പോകുന്നതാണേ. എന്തേ? നമുക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. സന്തോഷ വാർത്ത? ഇത് മനസ്സിനാണ് ഇങ്ങറാക്കാതെ കാര്യം പറഞ്ഞ. ഇതിനും മേലെ വലിയൊരു സന്തോഷം എന്താ? നിങ്ങളെ മോളെ കുടിക്കലല്ലേ, അതിന് പൈസ വേണം നിങ്ങക്ക്. പിന്നെ വേണ്ടേ? എന്താ കാര്യം പറഞ്ഞ? കുറി പൈസ നിങ്ങൾക്കാ കിട്ടിക്കണതേ. നേരോ? സമാധാനം എപ്പോഴായത് പറഞ്ഞാലേ. ഞാനേ നീ ചോദിച്ചാൻ ബാക്കി ആരോടും ഇല്ല. എന്നോട് മാത്രം നീ കടം ചോദിച്ചാണോളൂ. ഞാൻ പറഞ്ഞില്ലേ പഠിച്ച നിങ്ങളെപ്പാണെന്ന്. നിങ്ങൾ ഈ പൈസ എണ്ണി നോക്കി. എണ്ണി നോക്കൊന്നും വേണ്ട. ആക്കെ നിങ്ങള് 100 വട്ടം എണ്ണിയല്ലേ? അല്ല നിങ്ങൾ എണ്ണി നോക്കണം. അല്ല അതിന്റെ ആവശ്യമില്ല. നിങ്ങളെ കാര്യം വിശ്വാസാ. ഇപ്പൊ അതൊന്നല്ല വലിയ കാര്യം. നമ്മളെ വീരാന്റെ കണ്ണിന് സുഖമില്ല. എന്താ അയാൾക്ക്? ഓനെ ഓരോ കണ്ണിനൊരു ചോപ്പുണ്ട്. അപ്പൊ 5000 ഉറുപ്പ്യ ഉണ്ട് എന്നുണ്ടെങ്കില് അത് ശരിയാക്കാഞ്ഞു അറിയണ്ടേ. ബുദ്ധിമുട്ട് മനുഷ്യന്മാർക്ക് എപ്പോഴാ വരികയെന്ന് പറയാൻ പറ്റൂല്ലോ. അപ്പൊ ആദ്യം 5000 ഉറുപ്പ്യ ഓനെ കൊണ്ടേ കൊടുക്കട്ടെ. പിന്നെ ഇനി ഫർണിച്ചറൊക്കെ എടുക്കാൻ പോണുള്ളൂ ഞാൻ. മനുഷ്യന്മാരെ ഇത് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇതൊരു വിരുന്നേരന. ഇന്ന് എന്റെ അടുത്ത് ഉണ്ടാവും, നാളെ അന്റെ അടുത്തേക്കാണ്. നമ്മള് ബുദ്ധിമുട്ടിയ നേരത്തെ ഈ സാധനം വരൂല ചെലപ്പോ. ഇപ്പൊ നമ്മള് റബ്ബ് കഴിച്ചതാക്കിയതാ. ഇന്ന് ഞാൻ പോയി അവര് വലിയ കിട്ടില്ല. ആയിക്കോട്ടെ. വീരാനെ അന്നോട് ഞാൻ പറഞ്ഞില്ലേ പടച്ച റബ്ബി നമ്മളെ കൊടുക്കൂലെന്ന്. ആ പള്ളി കുറിച്ച് അടിച്ചൂന്ന് തന്നെ. പൈസ ഇപ്പൊ ഫർണിച്ചർ വാങ്ങാനും അതിന്റെ അപ്പുറക്കായി. എന്നാ ഇതെന്റെ കണ്ണു കൊണ്ടേക്കാൾ ആദ്യം കാണിച്ചേ. അന്റെ മോനെ എന്നാ പൈസ അയക്കണു വെച്ചാ അന്ന് തന്നാ മതി. ഇപ്പോഴാ ഒരു റാഹത്തായത്. ഞാൻ പോയി തരുന്നാ.